ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സുഹൃത്ത്, മലപ്പുറം ജില്ലാ SIOവിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അനീസ്, ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ ശിഹാബ് പൂക്കോട്ടൂർ സാഹിബ്, SIOവിൻ്റെ സംസ്ഥാന സെക്രട്ടറി മിസബ് ഷിബിൽ, വേദിയിലുള്ള SIOവിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റു പോഷക സംവിധാനങ്ങളുടെയും ഒക്കെ ബഹുമാന്യരായ നേതാക്കളെ, ഈ പൊന്നാനിയുടെ മണ്ണിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള SIOവിൻ്റെ പ്രിയങ്കരായ സഹപ്രവർത്തകരെ, ഈ സംഗമത്തിലേക്ക്, സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാഥൻ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് ചേരൽ സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊന്നാനിയുടെ നഗരം മറ്റൊരു പ്രൗഢഗംഭീരമായ വിദ്യാർത്ഥി റാലിക്ക് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. റാലിയിലുടനീളം സമകാലിക ലോകത്ത് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന വംശീയതയുടെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങളെയും സംഭവവികാസങ്ങളെയും അതിൻ്റെ കർത്താക്കളെയും ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് സ്വയം ആവേശം പകർന്നുകൊണ്ട് പൊന്നാനിയുടെ നഗരമധ്യത്തിൽ വിപ്ലവകരമായ ഈ റാലി, അതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ആദ്യമേ മുതിരുകയാണ്. SIOവിനെ സംബന്ധിച്ചിടത്തോളം SIO കഴിഞ്ഞ 1.5 മാസക്കാലമായി ഹന്തലയുടെ വഴിയെ നടക്കുക, ബാബരിയുടെ ഓർമ്മകളുണ്ടായിരിക്കുക എന്ന തലക്കെട്ടിലുള്ള വിപുലമായ ഒരു ക്യാമ്പയിനിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലം കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് ഈ തലവാചകത്തിൻ്റെ സന്ദേശം വിശദമായി എത്തിക്കുന്ന സ്വഭാവത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികളെ അവരുടെ വീടുകളിൽ ചെന്ന് ഞങ്ങൾ ഈ സന്ദേശം അവരുടെ കാതുകളിൽ, അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടെ നമ്മുടെ സുഹൃത്തുക്കളിലേക്കും യുവാക്കളിലേക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്കും പടർന്നുകയറിയ നിങ്ങളുടെ ദിനരാത്രങ്ങൾ, നിങ്ങളുടെ നടത്തങ്ങൾ, വീടുകളിലേക്ക്, കളിസ്ഥലങ്ങളിലേക്ക്, ഹോസ്റ്റലുകളിലേക്ക്, പള്ളികളിലേക്ക്, അവിടെ നിന്നൊക്കെ വിട്ട് ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയും ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെയും ഒക്കെ വിദ്യാർത്ഥി ഹൃദയങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നത് വെറുതെയാവില്ല എന്ന ഉറച്ച ബോധ്യം നമ്മൾക്കെല്ലാവർക്കുമുണ്ട്. ഈ ക്യാമ്പയിനിൻ്റെ സന്ദേശം 10,000-കണക്കിന് വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പൊന്നാനിയുടെ മണ്ണിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ധാരാളം ഈരടികൾ വായിക്കുവാനുള്ള മണ്ണ് കൂടിയാണ് പൊന്നാനിയുടെ മണ്ണ്. ഈ പൊന്നാനിയിൽ നിന്നും അധിനിവേശ വിരുദ്ധ കാവ്യം തിരൂരങ്ങാടിയിലേക്കും പിന്നീട് അങ്ങോട്ട് കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്കും കടന്നു ചെന്നതിൻ്റെ ചരിത്രം നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ആ ആവേശകരമായ ആ പോരാട്ടത്തിന് എല്ലാ അർത്ഥത്തിലും
ആവേശം നൽകിയിട്ടുള്ള, അതിന് ആശയാടിത്തറകൾ രൂപപ്പെടുത്തിയിട്ടുള്ള, ദീനീയായ ന്യായാന്യായങ്ങൾ നിരത്തിയിട്ടുള്ള ഒരു മണ്ണിൽ നിന്ന് സമകാലികമായ വ്യത്യസ്തങ്ങളായ അധിനിവേശങ്ങളെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്ത് യുവാക്കളെ നിങ്ങൾ ഇറങ്ങേണ്ടതുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആ മഖ്ദൂമുമാരുടെ പിന്നണിയിൽ അണിചേരുന്ന പ്രവർത്തനം കൂടിയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാഭിമാനത്തോടുകൂടെ തന്നെ പ്രഖ്യാപിക്കുവാൻ നമ്മൾ കഴിയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ സമകാലികമായ ലോകത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഫലസ്തീനെ കുറിച്ച് നമ്മൾ അധികമൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഡീറ്റെയിൽഡായ വിവരങ്ങൾ അറിയാവുന്നതാണ്. പതിറ്റാണ്ടുകളേറെയായി ആ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ ഉണർത്തുകയുണ്ടായി. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കിരാതമായ ദിനങ്ങളും രാത്രികളും വംശഹത്യകൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത്, ആ ലോകത്ത് വംശഹത്യകൾ ലോകം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ല. നിർത്തുവാൻ കഴിയാതെ ആ വംശഹത്യകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ലോകത്ത്, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തെ, ഈ വംശഹത്യകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം വിദ്യാർത്ഥി ഹൃദയങ്ങളിലേക്ക് കഴിഞ്ഞ 1.5 മാസക്കാലമായി SIO ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഉറക്കം, ഫലസ്തീനിലെ വിദ്യാർത്ഥിയുടെ കുട്ടികളുടെ ഉമ്മമാരുടെ കരച്ചിൽ നിങ്ങളുടെ ഉറക്കത്തിന് ഒരൽപ്പം പോലും അലോസരം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥിത്വവും നിങ്ങളുടെ യുവത്വവും എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് SIO 10,000-കണക്കിന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഇതിനോടകം ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സമകാലികമായ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെ തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രതിപക്ഷം വന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രം നമ്മുടെ നാട്ടിലുള്ള നരാധമരായിട്ടുള്ള ഹിന്ദുത്വ വംശീയവാദികൾ, അത്തരം ആൾക്കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിലുള്ള നിയമഭരണ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടെ തന്നെ കൊന്നു തള്ളിയിട്ടുള്ള മുസ്ലിം ശവശരീരങ്ങളുടെ മയ്യത്തുകളുടെ എണ്ണം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമ്മളുടെ ധാരണകൾ ഞെട്ടിക്കുന്ന എണ്ണം നമ്മൾക്ക് അവിടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം അസാമിലെ വിവരങ്ങൾ നമ്മളെല്ലാവരും വായിച്ചതാണ്. ഒരേ കുടുംബത്തിലെ തന്നെ ആളുകളെ പറിച്ചു നടുകയാണ്, പകുതിയുമാക്കുകയാണ്. ഒരേ കുടുംബത്തിലെ ചില ആളുകളോട് പറയാൻ, നിങ്ങൾ ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് ആണ്. അസമിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരേ കുടുംബത്തിലെ തന്നെ ചില ആളുകളെ പൗരന്മാരും മറ്റു ചില ആളുകളെ പൗരരല്ലാത്തവരുമാക്കി തിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ന്യായം? എന്താണ് ഇതിൻ്റെ കാരണം? വ്യക്തമാക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ഒരേ കുടുംബത്തിൽ തന്നെ ചില ആളുകൾ എങ്ങനെയാണ് ഇന്ത്യക്കാരും ചില ആളുകൾ എങ്ങനെയാണ് ഇന്ത്യയിലല്ലാത്തവരാളുക? ഒറ്റ ന്യായം മാത്രമേ ഉള്ളൂ, അത് ഹിന്ദുത്വ ന്യായമാണ്, ഹിന്ദുത്വ നീതിയാണ്. അതിന് വേറെ ന്യായങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. അസമിലെയും അതുമാത്രമല്ല CAAയിലെയും NRCയിലൂടെയും രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് കരുതിയിരിക്കുന്ന നടപടിക്രമം ഇത് തന്നെയാണ് നമ്മൾക്ക് മുന്നിൽ വരച്ചിടുന്നത്. അസമിൽ നിന്ന് തന്നെ 2 ദിവസം മുമ്പ് വന്ന വാർത്ത നമ്മുടെ കരളയിപ്പിക്കുന്ന വാർത്തയാണ്. ബുൾഡോസറുകൾ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ വീടുകളും ഭവനങ്ങളും മസ്ജിദുകളും കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ നോക്കി നടക്കുന്ന കാലത്ത് അസമിലെ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ബുൾഡോസറിനെ തടഞ്ഞു നിർത്തുന്ന ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നേരെ അസം പോലീസ് വെടിവെക്കുകയാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള 2 വെടിയേറ്റ് മരണപ്പെടുകയാണ്. വെടിയേറ്റ് മരണപ്പെട്ട 2 മനുഷ്യ ശരീരങ്ങൾ, മയ്യത്തുകൾ പോലീസ് അവരുടെ ലോറിയിൽ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന, ആശുപത്രിയിൽ നിന്ന്
ആ 2 മയ്യത്തുകളെ പുറത്തെടുക്കുന്ന ഒരു രംഗം നമ്മൾ ആരെങ്കിലും കണ്ടാൽ ഹൃദയം തകർന്നു പോകുന്ന രംഗമാണ്. ഏതു മനുഷ്യനും മരണപ്പെട്ട മനുഷ്യനോട്, മനുഷ്യ ശരീരത്തോട് മാത്രമല്ല, മരണപ്പെട്ട ഏത് ശരീരത്തോടും, അതൊരു ജീവിയാണെങ്കിലും മൃഗമാണെങ്കിലും മനുഷ്യരുണ്ടാകേണ്ടുന്ന ഒരു അനുകമ്പയുണ്ട്, മരണപ്പെട്ടു പോയതിനോടുള്ള ഒരു അനുകമ്പ. പക്ഷേ നമ്മൾക്കതില്ലാത്ത ഒട്ടനേകം സന്ദർഭങ്ങൾ ലോകത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും നമ്മുടെ പ്രദേശങ്ങളുടെ ചരിത്രത്തിലുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 മനുഷ്യരോട് ആ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന നീചമായ ക്രമം, പോലീസിന്റെ ലോറിയിൽ നിന്ന് മരണപ്പെട്ട ആ മയ്യത്തുകളെ എടുത്ത് വലിച്ചെറിയുകയാണ് സ്ട്രെച്ചറിലേക്ക്. ആദരവോടെയല്ല, അതിനെ പരിപാലിക്കേണ്ടുന്ന വിധമല്ല, വലിച്ചെറിയുകയാണ്. ഇതാണ് ഹിന്ദുത്വ നീതി മുസ്ലിങ്ങൾക്ക് നൽകുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. കൃത്യമായി ഈ അധികാരവർഗം നമ്മളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ മണ്ണിൽ വംശീയതയുടെ വ്യത്യസ്തങ്ങളായ പകർന്നാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ SIO കേരളത്തിലെ മലയാളികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അവരോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വംശഹത്യയുടെ ക്രമങ്ങളുടെ കാലത്ത് പ്രിയമുള്ള സുഹൃത്തെ, ഹന്തലയുടെ വഴിയെ നടക്കുകയും ബാബരയുടെ ഓർമ്മകൾ മനസ്സിനെ മിതിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിയായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തായിരുന്നു കഴിഞ്ഞ 1.5 മാസക്കാലമായി SIO ഈ ക്യാമ്പയിനിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയുവാൻ കഴിയുന്നത്, മഖ്ദൂമുമാരുടെ പിന്മുറയിലാണ് ഞങ്ങളെന്ന് പറയുവാൻ കഴിയുന്നത്. ഈ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആത്മീയമായ കരുത്ത് പകർന്ന അലി മുസ്ലിയാരുടെ പിന്മുറയിലാണ് ഞങ്ങളുള്ളത് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ കഴിയുന്നത് കൊണ്ടാണ്. അധിനിവേശ പോരാട്ടങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നൽകിയ, ആ പോരാട്ടങ്ങളെ നയിച്ച വാരിയങ്കുന്നന്റെ പിന്മുറയിലാണ് ഈ ചെറുപ്പമുള്ളത് എന്ന് പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് SIOക്കാരാണ് സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം അവനത് പറയുവാൻ കഴിയും. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുമ്പോൾ, അതിനുശേഷം നമ്മുടെ രാജ്യം വലിയ മൗനത്തിലേക്ക് പോയപ്പോൾ നമുക്കറിയാമല്ലോ, ആരും ബാബരിയെക്കുറിച്ച് സംസാരിക്കുകയില്ല. ആരും ബാബരിയെക്കുറിച്ച് മിണ്ടാൻ ആരുമില്ലാത്ത ഘട്ടത്തിൽ ആദ്യമായി ഇന്ത്യയുടെ തെരുവിലെഴുന്നു നിന്നുകൊണ്ട് റീബിൽഡ് ബാബരി പുനർനിർമ്മിക്കുക മാത്രമാണ് നീതി എന്ന് പ്രഖ്യാപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നാമമാണ് SIO എന്നതുകൊണ്ട് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നു, അലി മുസ്ലിയാരുടെയും വാരിയങ്കുന്നന്റെയും മഖ്ദൂമുമാരുടെയും പിന്മുറയിൽ തന്നെയാണ് ഈ ചെറുപ്പം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ഫലസ്തീനെ കുറിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ സംഭവിക്കുകയാണ്. തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വിപ്ലവാത്മകമായ ഒരു അധിനിവേശ വിരുദ്ധ പോരാട്ടമാണ്. അധിനിവേശ വിരുദ്ധ പോരാട്ടമായ തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി ഏറ്റവും വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടെയുള്ള ഫലസ്തീൻ അനുകൂല പ്രകടനവും റാലിയും അതുപോലെ തന്നെ ഫലസ്തീനൊപ്പമുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു എന്ന അഭിമാനബോധത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭൂമികയിൽ ഈ നേതാക്കന്മാരുടെയും നായകരുടെയും പിന്മുറയിൽ തന്നെയാണ് ഞങ്ങളുള്ളത് എന്ന അഭിമാനബോധത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഈ 1.5 മാസക്കാലം നമ്മൾ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു വംശീയതയെപ്പറ്റി. മനുഷ്യരുടെ നിയോഗ ദൗത്യത്തെക്കുറിച്ച് പടച്ച തമ്പുരാൻ പറയുന്നത്, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നിങ്ങളെ നാം അയച്ചിരിക്കുന്നത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന എന്ന പണിയുമായിട്ടാണ്. തിന്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ സമകാലികമായ ലോകത്തെ ഏറ്റവും വലിയ തിന്മയായ വംശീയതയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ 1.5 മാസക്കാലം നമ്മൾ വിദ്യാർത്ഥികളോട് നിരന്തരമായി സംവദിച്ചു. ഈ ദൗത്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ, ഈ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ വംശീയത എന്ന് പറയുന്നത് ലോകത്തിന്റെ വ്യത്യസ്തമായ ക്രമങ്ങളിൽ, അധികാര കേന്ദ്രങ്ങളിൽ, രാജ്യങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ ഈ വംശീയതയെ കാണുവാനും തിരിച്ചറിയുവാനും അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകരുവാനും അവിടെ സ്വയം നിലയുറപ്പിക്കുവാനും നമ്മൾ കഴിയുമ്പോഴാണ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്ന
നിയോഗദൗത്യത്തിലേക്ക് നമ്മൾക്ക് നടന്നെടുക്കുവാൻ കഴിയുക എന്ന് നമ്മൾ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇതെങ്ങനെയാണ് നിർവഹിക്കുവാൻ കഴിയുക എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ വിദ്യാർത്ഥികളോട് സംവദിച്ചു. നല്ല ചരിത്രബുദ്ധി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബാബരിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇരട്ട വധശിക്ഷ വിധിക്കപ്പെട്ടതാണ് പ്രിയപ്പെട്ട ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. 992 ഡിസംബർ 6 സംഘപരിവാറിന്റെ കർത്തൃത്വത്തിലാണ് അതിൻ്റെ ആദ്യത്തെ വധം നടന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധിയിലൂടെയാണ് അതിൻ്റെ രണ്ടാമത്തെ വധവും നടന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതിയുടെ വിധിയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ആ വിശദാംശങ്ങളിൽ ബാബരി മസ്ജിദിനെ കുറിച്ച് വിശദമായതിൽ പറയുന്നുണ്ട്. അത് ധ്വംസിച്ചത്, അതിനെ തകർത്തത് ശരിയായിരുന്നില്ല, അക്രമമായിരുന്നു എന്നത് സമ്മതിക്കുന്നുണ്ട്. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നതൊക്കെ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവസാനം പറയുന്നു, പക്ഷേ ഈ രാജ്യത്തിൻ്റെ പൊതുബോധത്തിന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവിടെ രാമക്ഷേത്രം പണിയാമെന്ന് സുപ്രീം കോടതി വീണ്ടും ആ ബാബരി മസ്ജിദിൻ്റെ ഇല്ലാത്ത ബാബരിയെ വീണ്ടും കൊല്ലുകയാണ്. നമ്മളിത് കണ്ടത് അഫ്സൽ ഗുരുവിൻ്റെ വിധിയിലൂടെ നമ്മളിത് നേരത്തെ കണ്ടതാണ്. അഫ്സൽ ഗുരുവിൻ്റെ വിധിന്യായം നമുക്ക് വായിച്ചു നോക്കിയാൽ സമാനമായി കാണാൻ കഴിയും. അദ്ദേഹം ചെയ്ത കുറ്റത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന ആ വിധി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇതൊക്കെയാണെങ്കിലും രാജ്യത്തിൻ്റെ പൊതുമനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് തൂക്കുകയർ വിധിക്കുകയാണ്. സമാനമായി സുപ്രീം കോടതി തൂക്കുകയർ വിധിച്ച ബാബരി മസ്ജിദിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കും, ആ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് SIO വിദ്യാർത്ഥി സമൂഹത്തോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ബാബരിയെ മറക്കുവാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഒരു നാൾ ബാബരിയിൽ വീണ്ടും സുജൂദ് ചെയ്യുമെന്നത് ഞങ്ങളുടെ ഒരാഗ്രഹമല്ല, ഞങ്ങളുടെ ഒരു പൂതിയല്ല. അത് പുലരാനിരിക്കുന്ന ഒരു നാളിൻ്റെ വർത്തമാനം തന്നെയാണ് എന്നുറച്ച് ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ പിന്മുറയിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന പോരാട്ടം തന്നെയാണ്. ബാബരിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും സമകാലികമായി മറ്റനേകം മസ്ജിദുകൾക്ക് നേരെയും ആ കരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ബോധ്യം നമ്മൾക്ക് മുമ്പിലുണ്ട്. മസ്ജിദുകൾക്ക് നേരെ, മുസ്ലിം ഭവനങ്ങൾക്ക് നേരെ, കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ബുൾഡോസർ രാജുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബുൾഡോസറുകളോടെല്ലാം തിരിഞ്ഞു നിന്ന്, ഹന്തല തിരിഞ്ഞു നിൽക്കുന്നത് പോലെ തിരിഞ്ഞു നിന്ന് അതിനൊന്നും സമ്മതം മുഴുവൻ ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾക്ക് അവസാനത്തുള്ളി ചോര വരെയും അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ പോരാട്ടങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, സമകാലികമായി ഒരു വിദ്യാർത്ഥിയോട് നമ്മളിത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ദൗത്യം ഒരു വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ തിരുത്തുവാനും കഴിയാനുള്ള ശേഷി ഉണ്ടാവുക എന്നതാണ്. ആ അർത്ഥത്തിൽ നമ്മൾക്ക് പുതിയ വിദ്യാഭ്യാസം, പുതിയ അറിവുകളിലേക്ക് നടന്നെടുക്കാനും നമ്മൾ ധരിച്ചു വശായിരിക്കുന്ന പിഴവുകൾ തിരുത്തുവാനുമുള്ള ശേഷിയുണ്ടാവുക എന്നത് നമ്മൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ്. നമ്മൾ പലപ്പോഴും ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും പഠിക്കേണ്ടി വരുന്നത് വക്രീകരിക്കപ്പെട്ട ചരിത്രമാണ്. സമകാലികമായ ഒരു സന്ദർഭത്തിൽ ഞാനത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്, വംശീയതക്കെതിരെയുള്ള പോരാട്ടത്തിന്, ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള പോരാട്ടത്തിന് ചരിത്രബോധ്യമുണ്ടാവുക എന്നത് അനിവാര്യമാണ്. ഫലസ്തീനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, കൃത്യമായ ചരിത്രബോധ്യമില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ചെന്നെത്തിപ്പെടുക എവിടെയാണ്? ഒക്ടോബർ 7 ആക്രമിച്ചത് കൊണ്ടല്ലേ തിരിച്ച് ആക്രമിക്കുന്നത് എന്ന ന്യായങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണെന്നും ബാൽഫറിലൂടെയും മറ്റുമുള്ള പ്രഖ്യാപനങ്ങളിലൂടെ അധിനിവേശ ശക്തികളാണ് ആ മണ്ണിനെ അധിനിവേശപ്പെടുത്തിയത് എന്നതും അവിടേക്ക് നിരന്തരമായി നടന്ന കുടിയേറ്റങ്ങളെക്കുറിച്ചും അധിനിവേശങ്ങളെക്കുറിച്ചുമുള്ള ചരിത്രം നമുക്ക് കൃത്യമായി ബോധ്യമാകുമ്പോഴാണ്
ഫലസ്തീനിൻ്റെ പോരാട്ടത്തോടൊപ്പം കൃത്യമായി അണിചേരുവാൻ നമ്മൾക്ക് സാധ്യമാവുക. ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ 2014 മോഡിക്ക് ശേഷം മാത്രം സംഭവിച്ച എന്തോ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ധരിച്ചു വശാകേണ്ടതുണ്ട്. ഇല്ല, നമ്മൾ കൃത്യമായ ചരിത്രബോധ്യമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമെങ്കിലും മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഈ രാജ്യം പരിഗണിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച്, ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് നമ്മൾക്ക് നടന്നെടുക്കുവാൻ കഴിയുക. അതുകൊണ്ട് കൃത്യമായ ചരിത്രബോധ്യമുണ്ടാവുക എന്നത് വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അനിവാര്യമായി നമ്മൾ സ്വരൂപിക്കേണ്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായ രാഷ്ട്രീയ വ്യക്തതയുണ്ടാവുക എന്നത് മറ്റൊന്നാണ്. ഫലസ്തീനെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. ഫലസ്തീനിലെ പോരാട്ടം എന്തുകൊണ്ടാണ് അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത്? ഫലസ്തീനിലെ വംശഹത്യകൾ നടത്തിക്കൊണ്ടേയിരിക്കണമെന്നുള്ളത് ഇസ്രായേലിൻ്റെ മാത്രം ആഗ്രഹമല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ കൊളോണിയൽ ശക്തികൾ കോളനികളൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും സമകാലിക ലോകത്ത് മറ്റൊരു സ്വഭാവത്തിലുള്ള കോളനിവൽക്കരണം നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതും അതിൻ്റെ അധികാര വികേന്ദ്രീകരണങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് വംശീയതക്കെതിരെയുള്ള ഫലസ്തീനൊപ്പം എന്ന് പറയുന്ന നമ്മുടെ നിലപാടുകൾക്ക് കൃത്യതയും വ്യക്തതയും ശക്തിയും ഉണ്ടാവുക എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇതൊക്കെയും ഉണ്ടാവുമ്പോഴും നമ്മൾ എവിടേക്കാണ് ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ വംശഹത്യകളും നമ്മൾ എവിടേക്കാണ് നയിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി SIO വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നു, നമ്മൾക്ക് ഈമാനികമായ കരുത്തും ഈ പ്രതിസന്ധികളെ മറികടക്കുവാൻ അനിവാര്യമാകുന്ന ഒന്നാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഗതകാലങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ പ്രതിസന്ധികളുടെ വൻപ്രളയങ്ങളെ നമുക്ക് അതിജീവിച്ചതായി കാണാൻ കഴിയും. എങ്ങനെയാണ് അവർ അതിജീവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ഈമാനികമായ കരുത്തിനെക്കുറിച്ച്, അള്ളാഹുവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ഖുർആനിലെ അവരുടെ ബന്ധത്തെക്കുറിച്ച്, അതിലൂടെ അവർ സ്വരൂപിച്ച ആന്തരികമായ കരുത്തിനെക്കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയും. ഈ കരുത്ത് നമ്മൾക്ക് അനിവാര്യമാകുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തെ, ആന്തരികമായ ആത്മീയമായ കരുത്തിലൂടെ, കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിലൂടെ, ശക്തമായ ചരിത്ര ബോധ്യത്തിലൂടെ സമകാലികമായ ലോക സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും രാജ്യത്തെയും നമ്മുടെ നാടിനെയും മനസ്സിലാക്കുവാനും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യാക്രമങ്ങളെക്കുറിച്ച്, വംശീയതയുടെ രാഷ്ട്രക്രമങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുവാനും അതിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ അണിചേരുവാനും നമ്മൾ തയ്യാറാകണമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി SIO നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവസാനമായി നമ്മുടെ നാടെത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾക്കറിയാവുന്നതാണ്. നമ്മുടെ സമകാലികനായ, നമ്മുടെ അടുത്തുള്ള ഒരു MLA എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം കരഞ്ഞത് എന്നെ വർഗീയവാദിയാക്കി കളഞ്ഞേ എന്നാണ്, എന്നെ മതമൗലികവാദിയാക്കി കളഞ്ഞേ എന്നാണ്. പ്രിയപ്പെട്ട അൻവർ MLA വളരെ ബഹുമാനത്തോടു കൂടെ തന്നെ, വളരെ സ്നേഹത്തോടു കൂടെ തന്നെ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വംശീയവാദി, വർഗീയവാദി, മതരാഷ്ട്രവാദി, ഈ വിളികൾ ആർക്കും പ്രത്യേകമായി റിസർവ് ചെയ്യപ്പെട്ടതല്ല എന്ന ബോധ്യം വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയത് നന്നായി എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ അടക്കമുള്ള ആളുകൾക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം കേട്ട പേരാണ് വർഗീയവാദി, മതതീവ്രവാദി എന്ന പേരുകൾ. പക്ഷേ അൻവറിന് ഇന്നലെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് നൊന്തു, വേദനിച്ചു. അദ്ദേഹം തിരിച്ചു വിളിച്ച വിളികളൊക്കെ ഒരു സ്റ്റേജിൽ പറയാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹത്തെ വിളിച്ച ആളുകളെക്കുറിച്ച് ഒട്ടും പറയുന്നത് ശരിയല്ല. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഇരുന്നു കൊണ്ട് വർഗീയ ഭ്രാന്ത് നിരന്തരമായി വമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയേണ്ടതില്ല. പക്ഷേ അൻവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മതരാഷ്ട്രവാദികളെക്കുറിച്ചും വർഗീയവാദി വിളികളെക്കുറിച്ചും നിങ്ങൾ അലോസരപ്പെടുന്നുണ്ട് എങ്കിൽ, അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ മേൽ മലം കൊണ്ട് മൂടുമെന്ന് താങ്കൾ പറയുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട അൻവറെ, നിങ്ങൾ ആദ്യം മലം കൊണ്ട് മൂടേണ്ടി വരുന്നത് താങ്കളുടെ തന്നെ പാർട്ടി ഓഫീസുകളായിരിക്കുമെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മടപ്പള്ളി കോളേജ് എന്ന് പറയുന്ന കോളേജ്. ഇവിടെ പല ആളുകൾക്കും അത് ഓർമ്മയുണ്ടാകും. അവിടെ തട്ടമിട്ട സെൽവ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പെൺകുട്ടി അവർ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവരെ വർഗീയവാദിയും
മതരാഷ്ട്രവാദിയും മാത്രമല്ല, അവരെ വിളിക്കാത്ത നികൃഷ്ടമായ പേരുകളൊന്നും തന്നെയില്ല. അത് വിളിച്ചത് SFIയും കുട്ടി സഖാക്കളും മാത്രമല്ല, അന്നത്തെ പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു എന്ന് PV അൻവർ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും കിട്ടി. ഉറങ്ങി എണീച്ചാൽ ഭീകരവാദത്തിനെതിരെ പോസ്റ്റ് ഇടുന്ന ഈ നാടിൻ്റെ അടുത്തുള്ള ഒരു MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിനും കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരോടെല്ലാം പറയുവാനുള്ളത്, ഇതാർക്കും റിസർവ് ചെയ്തിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ വാപ്പമാരുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തയമ്പ് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും മാഞ്ഞു പോകുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വരാനുള്ളതാണ് ഈ ടാഗുകൾ. ഇസ്ലാമോഫോബിയയുടെ ഈ പകർനാട്ടങ്ങളെ തിരിച്ചറിയാൻ വൈകിയാണെങ്കിലും കടന്നു വരുന്ന ആളുകളോട് സന്തോഷത്തോടു കൂടെ തന്നെ ഈ പോരാട്ടത്തോടൊപ്പം നിൽക്കുവാൻ അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ നാടിനെ ഇത്രമേൽ ഭീകരമായ സ്വഭാവത്തിൽ RSSന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി അതിൻ്റെ പോലീസിൻ്റെയും അധികാരവൃത്തങ്ങളുടെയും നടത്തിപ്പേറ്റെടുത്ത ആളുകൾക്കെതിരെ ഇനിയെങ്കിലും മുതിരുവാൻ നിന്ന, ഇനിയെങ്കിലും അത്തരം ആലോചനകൾ നിർവഹിക്കുവാൻ വന്നിട്ടുള്ള ആളുകളോട് സന്തോഷപൂർവ്വം, പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് SIOവും സോളിഡാരിറ്റിയും കേരളത്തിലെ മുസ്ലിം സമൂഹവും സംഘടനകളും പൊതുസമൂഹത്തോട് നിരന്തരമായി വിളിച്ചു പറഞ്ഞതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്തരം ധാരാളം അനുഭവങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം സമൂഹത്തിനെതിരെ വംശീയ ഭ്രാന്ത് പ്രസംഗിക്കുന്ന ആളുകൾക്കെതിരെ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെന്നാൽ ഈ വംശീയവാദികളുടെ അതേ സ്വരൂപം പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എത്രയോ അനുഭവിച്ച ആളുകളാണ് ഞങ്ങളെല്ലാവരും. അന്ന് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യാത്ത ആളുകൾ ഇന്നെങ്കിലും മൈൻഡ് ചെയ്യുന്നത് സന്തോഷകരമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, വംശീയതയുടെ, RSSന്റെ, സംഘപരിവാറിന്റെ, ഹിന്ദുത്വ വംശീയതയുടെ പദ്ധതികളെ വൈകിയാണെങ്കിലും തുറന്നെതിർക്കുവാനും അതിനെതിരെയുള്ള പടയണികൾ പടുത്തുയർത്തുവാനും ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും സ്നേഹബുദ്ധിയ ആവശ്യപ്പെടാനും അവരോട് ഒരുമിച്ച് നിൽക്കുവാനും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആ പോരാട്ടത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ SIOവിന് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പലതും അനുഭവിക്കേണ്ടി വരും. ഈ വർഗീയവാദിയും വംശീയവാദിയും മതരാഷ്ട്രവാദിയും ഫണ്ടമെന്റലിസ്റ്റ് അങ്ങനെ പല വിളികൾ, ടാഗുകൾക്ക് പഞ്ഞമില്ലാത്ത ഒട്ടനേകം ടാഗുകൾ നിങ്ങൾക്ക് മുന്നിൽ വരും. നമ്മളതിൻ്റെ എല്ലാം കെടുതികൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. SIOവിൻ്റെയും സോളിഡാരിറ്റിയുടെയും എത്രയോ സഹപ്രവർത്തകർ, അതൊന്നുമില്ലാത്ത എത്രയോ മുസ്ലിം യുവാക്കൾ ഈ ടാഗുകളിൽ ഒതുക്കേണ്ടി വരുന്ന അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ പോരാട്ടങ്ങളെയും അവഹേളിക്കുന്ന സ്വഭാവത്തിൽ എത്രയെത്ര പ്രസംഗങ്ങളും എത്രയെത്ര അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളും ന്യൂസ് റിപ്പോർട്ടുകളുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലത്തൊന്നും മിണ്ടാതിരുന്ന ആളുകൾ ഇപ്പോഴെങ്കിലും മിണ്ടുന്നത് കാണുമ്പോൾ സന്തോഷം മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് പലതും അനുഭവിക്കേണ്ടി വരും. നമ്മൾക്ക് സംഘപരിവാറിനെതിരെ, ഹിന്ദുത്വ വംശീയതക്കെതിരെ സംസാരിക്കുമ്പോൾ കേസുകളുണ്ടാകും, വിലങ്ങണിയേണ്ടി വരും, തടവിലേക്ക് പോകേണ്ടി വരും, കഴിമരങ്ങൾ കാണേണ്ടി വരും. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. നമ്മളുടെ പൂർവികരിലേക്ക് പോകുമ്പോൾ നമ്മൾക്കിതെല്ലാം അനുഭവിച്ച ധാരാളം ചരിത്ര സന്ദർഭങ്ങൾ നമ്മൾ കാണുവാനുണ്ട്. ആ ചരിത്രങ്ങളിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് വംശീയതക്കെതിരെയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുകയും ഈ സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിന്ന് പറയുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ പോരാട്ടം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള പോരാട്ടം തന്നെയാണ്. സത്യവും നീതിയും വിജയിക്കുവാനുള്ളത് മാത്രമാണ് എന്ന ഉറച്ച ബോധ്യം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് വിജയത്തിലേക്കുള്ള ഈ പോരാട്ടത്തിൽ സ്വയം സമർപ്പിതരായി മുന്നോട്ട് പോകുവാൻ, അതിന് പടയണി ചേരുവാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, യുവാക്കളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട്, അങ്ങനെ പടയണി ചേരുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ളത് വിലങ്ങുകൾ മാത്രമാണ്. നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ മഹാനായ സയ്യിദ് ഖുത്ബ് ഇങ്ങനെ നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിൽ പോരാടുന്ന ആളുകൾ, തടവിലിറക്കപ്പെടുന്ന അത്തരം ആളുകളെ കുറിച്ച് പറയുന്ന ഒരു കവിതയുണ്ട്. അഖി അന്ത ഹുബ്ബുൻ വറാഅ അസ്സുദൂദ്, അഖി അന്ത ഹുബ്ബ് അന്ത ഹുർറുൻ ബിതിൽഖൽ ഖുയൂദ് എന്ന് തുടങ്ങുന്ന ആ കവിത. അഴികൾക്കുള്ളിൽ പ്രിയപ്പെട്ട സഹോദര, നീതിക്ക് വേണ്ടി പോരാടിയത് കൊണ്ട്, സത്യത്തിന് വേണ്ടി നിലകൊള്ളത് കൊണ്ട്,
അഴികൾക്കുള്ളിലേക്ക് അടക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദര, ശരിക്കും നീയാണ് സ്വതന്ത്രൻ. കൈകാലുകൾ വിലങ്ങണിയിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദര, നീയാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രവാൻ. അള്ളാഹുവിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമയായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണോ ആ ഉടമയുടെ അടിമകളായ ആളുകളുടെ കുതന്ത്രങ്ങളിൽ തന്നെ തളച്ചിടുവാൻ കഴിയുക എന്ന ചോദ്യം സയ്യിദ് ഖുത്ബ് ഒരു വേള ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നീതിയുടെ മാർഗത്തിൽ, വംശീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ പോരാട്ടത്തിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് മുമ്പിലേക്ക് വരുന്ന കേസുകളും വിലങ്ങുകളും തടയവുകളും കഴുമരങ്ങളുമൊക്കെ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ സ്വീകരിക്കുവാനും അത് വംശഹത്യകൾക്കെതിരെയുള്ള വംശീയതക്കെതിരെയുള്ള നീതിയുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കരുതിവെപ്പാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ജീവിതത്തെ പരിപാടിപ്പെടുത്തുവാനും പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ കഴിയേണ്ടതുണ്ട് എന്നതുകൂടിയാണ് ഈ ക്യാമ്പയിനിലൂടെയും ഈ സമ്മേളനങ്ങളിലൂടെയും SIO ഇവിടെയുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ ആശയത്തെ, ഈ സന്ദേശത്തെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാനും വംശീയതക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ആവേശപൂർവ്വം, അഭിമാനപൂർവ്വം, ആത്മസമർപ്പണത്തോടൊപ്പം കൂടെ അണിചേരുവാനും നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മേഖലാ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.